അന്ന് മരുന്ന് വേണമെന്നുള്ളവർക്ക് മരുന്നെത്തിച്ചു കൊടുക്കുന്നു. അവിടെ എവിടെയും ജാതി മതവും നോക്കിയില്ല. ഭക്ഷണം വേണമെന്നുള്ളവർക്ക് ഭക്ഷണം, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം എത്തിച്ചു. ആശുപത്രിയിൽ എത്തിക്കേണ്ടവരെ ആശുപത്രിയിൽ, എവിടെയും മതവും ഒന്നും നോക്കിയില്ല. മതമൈത്രി മാത്രമേ നോക്കിയുള്ളൂ. മരണപ്പെട്ടപ്പോൾ വീടുകളിൽ കൊണ്ടുവരാൻ കഴിയാത്തൊരു സമയം കൂടിയായിരുന്നു കോവിഡ് കാലം. ആ സമയത്ത് എന്താ ചെയ്തത്? എവിടെയാണോ ഗവൺമെന്റ് പറയുന്നത് അല്ലെങ്കിൽ പോലീസ് പറയുന്നത് അവിടെ അടക്കം ചെയ്തു. അവർ ഏത് മതവിഭാഗത്തിൽപ്പെട്ടതാണോ ആ മതവിഭാഗത്തിന്റെ ആചാരം അനുസരിച്ച് അവരെ അടക്കം ചെയ്തു. ആ അടക്കത്തിന് നേതൃത്വം നൽകിയത് യുവാക്കളായിരുന്നു, യുവാക്കളും യുവതികളുമായിരുന്നു. അപ്പോ അങ്ങനെ എല്ലാ വിഭാഗങ്ങളെയും യോജിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം. ആ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ, ആ രീതിയിൽ കൊണ്ടുപോകുന്നതിൽ ജമിയത്ത് ശുബാർ യുവജനവേദി പോലുള്ള ഇത്തരം പരിപാടികൾ യഥാർത്ഥത്തിൽ സഹായിക്കും എന്നുള്ളതാണ്. ഇവിടെ കൊടുക്കുന്ന ഭക്ഷ്യധാന്യ കിറ്റ് മതവും ജാതിയും ഒന്നും നോക്കിയല്ല, പാവപ്പെട്ടവർക്കാണ് കൊടുക്കുന്നത്. ഇതൊക്കെ വാങ്ങാനും ഒക്കെ സാമ്പത്തികമായി ഇല്ലാത്ത ആളുകൾക്ക് നൽകുകയാണ്. ഇവിടെ ഇതൊന്നും മതവും ജാതിയും നമ്മൾ നോക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ ഇനിയും നേതൃത്വം കൊടുക്കണം എന്നാണ് ഈ ചെറിയ സംഭാഷണത്തിലൂടെ നിങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ. ചില ഉദാഹരണങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്നേ ഉള്ളൂ. ഞങ്ങൾ അധികാരമേറ്റ് ഞാൻ നേരെ സൂചിപ്പിച്ചത് 4 ദിവസമേ ആയിട്ടുള്ളൂ. വരുന്ന 5 വർഷം ഞങ്ങളുടെ മനസ്സിലും ഒട്ടനവധി സങ്കല്പങ്ങൾ ഉണ്ട്. നിരവധിയായ കാര്യങ്ങൾ ഈ 5 വർഷം കൊണ്ട് നമ്മുടെ നാട്ടിൽ നടത്തണമെന്നുണ്ട്. നല്ല വികസന പ്രവർത്തനങ്ങൾ നടത്തണമെന്നുണ്ട്. അത് ഞങ്ങൾ തന്നെ മത്സരത്തേക്ക് വരുമ്പോൾ ഞങ്ങളെ പാർട്ടിയും ഞങ്ങളുടെ മുന്നണിയും ഒരു ബുക്ക് രൂപത്തിൽ തന്നെ എന്തെല്ലാം നടത്തും എന്നതിനെ സംബന്ധിച്ച് തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തും എന്നുകൂടി ഈ അവസരത്തിൽ ഉറപ്പു നൽകുകയാണ്. അതിൽ ഏറ്റവും പ്രധാനം നിങ്ങൾ ഇവിടെ നടത്തുന്നത് പോലുള്ള എല്ലാ വിഭാഗങ്ങളെയും യോജിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തും. അവിടെ ജാതിയോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ നല്ലൊരു പ്രവർത്തനം ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്ത് നിന്ന് നടത്തും എന്നുകൂടി ഈ അവസരത്തിൽ നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾക്ക് ഏത് സമയത്തും ഞങ്ങളെ വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ ഏതൊരു ആവശ്യങ്ങൾക്കും ഞങ്ങളെ വിളിക്കാവുന്നതാണ്. ഒരുപക്ഷെ ഇതേപോലുള്ള മീറ്റിങ്ങുകൾ നിൽക്കുമ്പോൾ ഫോൺ എടുക്കാൻ കഴിയാതെ വരും. പക്ഷേ നമ്പരായാലും ആളറിയാമെന്നാലും അറിയാത്ത ആളായാലും തിരിച്ചും വിളിക്കും. നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. വരുന്ന 5 വർഷം നിങ്ങളുടെ ഓരോ കാര്യങ്ങളിലും ഇടപെടാനാണ് ഞങ്ങളെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായും ആ അർത്ഥത്തിൽ ഒരു അഴിമതിയും നടത്താതെ, ഒരു മറ്റ് പ്രലോഭനങ്ങൾക്കും വഴങ്ങാതെ നല്ല നല്ല പ്രവർത്തനങ്ങൾ നടത്താൻ ഞങ്ങൾ ശ്രമിക്കും. അതോടൊപ്പം തന്നെ വരുന്ന ആളുകളോട് മാന്യമായി പെരുമാറാനും നല്ല നിലയിൽ പെരുമാറാനും പഞ്ചായത്തിലേക്ക് വരുന്നവർക്ക് ഒന്നാമത്തെ പരിഗണന നൽകാനും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. തീർച്ചയായും ഈ കഴിഞ്ഞ ദിവസങ്ങൾ നിരവധി ആളുകളാണ് അവിടെ വന്നിട്ടുള്ളത്, ഓരോ കാര്യങ്ങൾക്കായി വന്നിട്ടുള്ളത്. ഒരാളും 10 മിനിറ്റിലധികം അവിടെ നിൽക്കേണ്ടി വന്നിട്ടില്ല. അപ്പോ പറഞ്ഞ് നടത്താൻ കഴിയുന്ന കാര്യങ്ങൾ അപ്പോൾ നടത്തിയും, അതല്ലെങ്കിൽ കാലതാമസങ്ങൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി ഇന്ന ദിവസം വരാൻ വേണ്ടി പറയുന്ന രീതിയിലേക്ക് വരുന്ന 5 വർഷം പനവൂർ ഗ്രാമപഞ്ചായത്ത് മാറും എന്നുകൂടി ഇവിടെ വിളിച്ചത് കൊണ്ട്, ഇത്രയും ബഹുമാനരായ നാട്ടുകാർ കൂടി ഇരിക്കുന്നത് കൊണ്ടാണ് അത്രയും കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചത്. തീർച്ചയായും